വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്നെന്ന് നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ആ പ്രയോഗം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കാണ്. ആത്മീയതയുടെയും ലാളിത്യത്തിന്റെയും മുഖംമൂടി അണിഞ്ഞ് ഒരു ജനതയെ മുഴുവൻ പട്ടിണിയിലേക്കും അനിശ്ചിതത്വത്തിലേക്കും തള്ളിവിടുന്ന ഇറാനിലെ ഭരണകൂട ഭീകരതയുടെ മുഖമാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളുടെയും തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥയുടെയും പേരിൽ സാധാരണക്കാരൻ ഒരു നേരത്തെ ആഹാരത്തിനും മരുന്നിനുമായി തെരുവിൽ അലയുമ്പോൾ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ പുത്രന്മാർ ലണ്ടനിലെ ബില്ലിനേഴ്സ് റോ മുതൽ സ്വിസ് ബാങ്ക് ലോക്കറുകൾ വരെ നീളുന്ന സമാന്തര ആഡംബര സാമ്രാജ്യങ്ങൾ കെട്ടിയുയർത്തുകയാണ്. ഇറാന്റെ ദേശീയ സമ്പത്തായ എണ്ണപ്പാടം അടക്കം കമ്പനികളിലൂടെയും മറ്റുമൊക്കെ കടത്തിയാണ് ഇവർ ഈ ശൃംഖല വിപുലീകരിച്ചെടുത്തത്. റിയാലിന്റെ മൂല്യം തകർന്ന ജനങ്ങളുടെ സമ്പാദ്യം കടലാസ കഷ്ണങ്ങളായി മാറുമ്പോഴും ഖമേനി കുടുംബത്തിന്റെ വിദേശത്തെ മണിമാളികകൾക്ക് കാവൽ നിൽക്കുന്നത് കറുത്ത SUVകളും സ്വകാര്യ ഗാർഡുകളുമാണ്. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണകൂട വഞ്ചനയാണ്. ഇറാൻ എന്ന രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഭരണകൂടം പറയുന്ന ലാളിത്യവും ലളിത ജീവിതവും ഒക്കെ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. അവയെല്ലാം പ്രഹസനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ പണപ്പെരുപ്പത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പെടുമ്പോൾ അലി ഖമേനിയുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ ആഡംബര സാമ്രാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനിൽ ഇസ്ലാമിക ആത്മീയത അനുസരിച്ച് ലളിതമായ ജീവിതമാണ് ഖമേനി നിർദ്ദേശിക്കുന്നത്. പക്ഷെ ഖമേനിയുടെ മക്കൾക്ക് ഇറാന് പുറത്ത് കോടാനുകോടികളുടെ വില്ലകളും ആഡംബര പ്രോപ്പർട്ടികളും സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളും ഉണ്ട്. വർഷങ്ങൾ നീണ്ട US ഉപരോധം ഉണ്ടെങ്കിലും അതിനെ മറികടന്നവർ വൻ സ്വത്തുക്കൾ വാരിക്കൂട്ടി. ഖമേനി ഇസ്ലാമിക ആത്മീയത വിളംബരം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ ഇറാന് പുറത്ത് വലിയ ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന് ചുരുക്കം. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും ഖമേനിയുടെ കുടുംബം വിദേശത്ത് ധാരാളം സ്വത്തുക്കൾ ഒളിച്ച് കടത്തിയിരുന്നു. അതിനുള്ളൊരു ഉദാഹരണമാണ് ലണ്ടനിൽ ഇവർക്കുള്ള ബില്ലിയനേഴ്സ് റോയിലെ കോടികൾ വിലമതിക്കുന്ന മണിമാളികകൾ. ലണ്ടനിലെ ഒരു ആഡംബര വില്ലയുടെ മാത്രം വില 3.61 ലക്ഷം കോടി രൂപയാണ്. വടക്കൻ ലണ്ടനിലെ ബില്ലിയനേഴ്സ് റോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മരങ്ങൾ നിറഞ്ഞ തെരുവിനും ഉയരമുള്ള വേലികൾക്കും കറുത്ത ഗേറ്റുകൾക്കും പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം മാളികകൾ എല്ലാം ഖമേനിയുടെ കുടുംബത്തിന്റേതാണ്. ദുബായിലും ജർമ്മനിയിലും എല്ലാം ഖമേനിയുടെ കുടുംബത്തിന് റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കളുണ്ട്. ദുബായിൽ നിരവധി ആഡംബര വില്ലകളുണ്ട്. ഇത്തരം കോടാനുകോടികളുടെ സ്വത്തിന്റെ ഉടമ ആരാണെന്നറിയാമോ? ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മൊജ്തബ ഖമേനി. പുറത്തേക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം കടലാസ കമ്പനികളിലൂടെയാണ് ഈ സ്വത്തുക്കൾ അത്രയും ഉണ്ടാക്കിയെടുത്തത്. മസൂദ് ഖമേനി എന്ന മറ്റൊരു മകനും ഇറാന് പുറത്ത് ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതേസമയം ഖമേനിയുടെ രാഷ്ട്രീയപാത പിന്തുടരുന്ന മൂത്ത മകൻ മുസ്തഫ അലി ഖമേനി പൊതുവെ സ്വകാര്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ സ്വത്ത് വിവരങ്ങൾ കാര്യമായി പുറത്തറിഞ്ഞിട്ടില്ല. കെട്ടിടങ്ങളും സ്ഥലങ്ങളും പേർഷ്യൻ ഗൾഫ് ഷിപ്പിംഗ് കമ്പനികളും $13.8 കോടി സ്വിസ് ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ബ്രിട്ടനിൽ ഇത് വിലമതിക്കാനാവാത്ത ആഡംബര സ്വത്തുക്കളാണ്. 2019 ഇറാനെതിരെ അമേരിക്കൻ ഉപരോധം ഉണ്ടെങ്കിലും ഖമേനിയുടെ മേൽ കോടിക്കണക്കിന് ഡോളർ ഫണ്ട് എത്തിക്കാൻ ഈ കടലാസ കമ്പനികളുടെ ശൃംഖല സഹായിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണ വിറ്റ് നേടുന്ന പണമാണിതെന്നും പറയുന്നുണ്ട്. സിറിയ, വെനസ്വേല, ആഫ്രിക്ക എന്നിവിടങ്ങളിലും സ്വത്തുക്കളുണ്ട്. ജനങ്ങളോട് ലളിത ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്യുകയും ഉപരോധങ്ങളുടെ പേരിൽ അവരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു നേതൃത്വം സ്വന്തം കുടുംബത്തിനായി വിദേശത്ത് കോടികളുടെ നിക്ഷേപം നടത്തുന്നത് അങ്ങേയറ്റം വിമർശന വിധേയമാണ്. സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങളും കടലാസ കമ്പനികളും വഴി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സമ്പത്ത് ഇറാൻ നേരിടുന്ന അഴിമതിയുടെ തെളിവാണ്. മതപരമായ മൂല്യങ്ങളെ രാഷ്ട്രീയ അധികാരത്തിനും സാമ്പത്തിക നേട്ടത്തിനുമായി ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ ഇറാനിലെ യുവതലമുറക്കിടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ വളരുന്ന ഈ ആഡംബര പ്രഭുക്കന്മാർ ഇറാന്റെ വിപ്ലവകരമായ മൂല്യങ്ങളെ തന്നെയാണ് അർത്ഥശൂന്യമാക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് വൻ തോതിൽ ഇടിഞ്ഞു. ഇതിന്റെ ഫലമായി രാജ്യത്തെ ജനങ്ങൾ വൻ ദുരിതത്തിലാണ്. ജനങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം വെറും കടലാസ കഷ്ണങ്ങളായി മാറുന്ന അവസ്ഥയാണ് അവിടെ. രാജ്യത്തിനകത്ത് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഭരണാധികാരികളുടെ മക്കൾ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നത്. ഇതാരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് കടയൊക്കെ അടച്ച് ആദ്യം പ്രക്ഷോഭം തുടങ്ങിയത് അവിടുത്തെ വ്യാപാരികളാണ്. പിന്നീട് അത് അവിടുത്തെ ജനം ഏറ്റെടുക്കുകയായിരുന്നു. 1000-ലധികം പേരാണ് ഇത്തരം പ്രക്ഷോഭങ്ങളിൽ മരണപ്പെട്ടത്. ഇതിനെതിരെ ഭരണകൂടം അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന രീതി ആരെയും ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവും ഒക്കെയാണ്.
ഖമേനിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനങ്ങളോട് ലളിത ജീവിതം നയിക്കാൻ പറയുകയും എന്നിട്ട് സ്വന്തം മക്കൾക്ക് ഇറാന് പുറത്ത് ആഡംബര ജീവിതം നയിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി.